ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാ റീഫ എന്ന ഒരു ഇറ്റാലിയൻ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിവാഹശേഷം ഈ കഥയിലെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നു. അതിനുശേഷം നായിക ഒരുപാട് കഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ മുന്നേറാൻ നോക്കുമ്പോഴെല്ലാം തന്നെ അവളെ ചുറ്റിയുള്ള ആണുങ്ങൾ അവൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അതൊരവസരമായി എടുത്ത് ഹീറോയിൻ മുന്നേറുന്നു. ശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ ചിത്രത്തിൻ്റെ മുഴുവൻ സ്റ്റോറിയിൽ പറയുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ ഹീറോയിനെയും അവളുടെ കുഞ്ഞിനെയും കാണിക്കുന്നു. ആ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഹീറോയിന് ഒരു കോൾ വരുന്നു. കോൾ എടുത്ത ഹീറോയിൻ ആ വാർത്ത കേട്ട് ആകെ ഞെട്ടി. ഉടനെ തൻ്റെ ഫ്രണ്ടിനെ വിവരമറിയിച്ച അവൾ കുഞ്ഞിനെയും എടുത്ത് കാറിൽ കയറി പോയി. അവർ പോയത് ഒരു അപകടം നടന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ പോലീസുകാരോട് ഹീറോയിൻ്റെ ഫ്രണ്ട് സംസാരിച്ച ശേഷം അവൻ അവളെയും കൂട്ടി അകത്തേക്ക് പോയി. ശേഷം അവിടെ മരിച്ചു കിടക്കുന്നത് തൻ്റെ ഹസ്ബൻഡാണെന്ന് ഹീറോയിൻ അവരോട് തിരിച്ചറിഞ്ഞതായി പറയുന്നു. അവളാകെ മാനസിക നില തകർന്നു നിൽക്കുന്നു. ശേഷം അവൾ ആ രാത്രി കരഞ്ഞു തീർത്തു. അടുത്ത നാൾ ഹസ്ബൻഡിൻ്റെ മരണത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന സമയം തൊട്ടടുത്ത് നിന്നയാൾ തന്നെ വല്ലാതെ നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ശേഷം ചടങ്ങുകൾ കഴിഞ്ഞ് ഹീറോയിൻ്റെ അച്ഛൻ അവളെ തൻ്റെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകാനായി ആവുന്നതും ശ്രമിച്ചു. പക്ഷെ അവൾ ആ നാട് വിട്ട് പോകാൻ തയ്യാറായില്ല. അതിന് കാരണം ഹസ്ബൻഡ് നടത്തിയിരിക്കുന്ന ബിസിനസ്സൊക്കെയും അവിടെ ആയിരുന്നതിനാൽ അതൊക്കെ നോക്കി നടത്താനായിരുന്നു. ശേഷം അവളുടെ അച്ഛൻ അവിടെ നിന്നും തിരികെ പോയി. അടുത്ത സീനിൽ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ കാണാനായി പോയി. ഫ്രണ്ടും ഹസ്ബൻഡും ബിസിനസ് പാർട്ട്ണർമാരായിരുന്നു. അതിനാൽ കാശിന് അത്യാവശ്യം വന്നപ്പോൾ ഹീറോയിൻ കമ്പനിയുടെ പ്രോഫിറ്റിനെ കുറിച്ച് അവനോട് തിരക്കി. എന്നാൽ ഇവിടെ മൊത്തം നഷ്ടത്തിലാണ് പോകുന്നതെന്നും നിന്റെ ഹസ്ബൻഡ് മുഴുവൻ കടങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നും ഇനി എന്തെങ്കിലും വിൽക്കാനാണെങ്കിൽ തന്നെ എല്ലാം ഇപ്പോൾ തന്നെ പണയപ്പെടുത്തിയിട്ടാണ് അവൻ പോയതെന്നും ഫ്രണ്ട് ഹീറോയിനോട് പറഞ്ഞു. അങ്ങനെ ആകെ നിരാശയിലായ അവൾ തൻ്റെ മകളെ വളർത്താൻ ഇനി എന്താ പോംവഴിയെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ വീട്ടിലെ ജോലിക്കാരിക്ക് കൊടുക്കാൻ പോലും കാശില്ലാതായ അവസ്ഥ വന്നതോടെ ഇനി മുതൽ അവരോട് ജോലിക്ക് വരണ്ട എന്നും ഹീറോയിൻ അവരോട് പറഞ്ഞു. പക്ഷേ നല്ല മനസ്സുള്ള അവർ കാശ് കിട്ടുമ്പോൾ തന്നാൽ മതിയെന്നും ജോലിക്ക് താൻ ഇനിയും വരാമെന്നും അവളോട് പറഞ്ഞു. അതോടെ ഹീറോയിൻ തനിക്ക് ഒരു ജോലി ഉടനെ കണ്ടെത്താനായി ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തുണിക്കടയിൽ അവൾ ജോലിക്ക് കയറുന്നു. അവിടെ വെച്ച് ഹീറോയിൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അവളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. പക്ഷേ ആ സംഭവത്തോടെ ഹീറോയിൻ ആ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു. തുടർന്ന് അവൾ ഹസ്ബൻഡിൻ്റെ കാറ് വിറ്റ് പൈസ വാങ്ങുന്നു. ശേഷം വീട്ടിലെ കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൂടി മറ്റ് വഴിയില്ലാതെ അവൾ വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാനായി അവിടെ ആൾക്കാർ തടിച്ചുകൂടുന്നു. അങ്ങനെ കിട്ടിയ പണം ഉപയോഗിച്ച് ഹസ്ബൻഡ് ഉണ്ടാക്കി വെച്ച കടങ്ങൾ അവൾ തീർക്കുന്നു. ശേഷം ബാക്കി കടങ്ങൾ വേഗം തീർക്കാനായി ബാങ്കിൽ നിന്നും അവൾക്ക് താക്കീതും ലഭിച്ചു. തുടർന്ന് ഒരു നാൾ ആ നാട്ടിലെ ഒരു വലിയ പണക്കാരൻ ഹീറോയിനെ ഡിന്നറിന് ക്ഷണിക്കുന്നു. അതിനവൾ പോകാൻ തീരുമാനിച്ചു. അയാൾക്ക് ഹീറോയിൻ്റെ മേലൊരു കണ്ണുണ്ട്. അയാൾ ഹീറോയിന് വിലപിടിപ്പുള്ള ഒരു മാല സമ്മാനമായി കൊടുത്തു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നും ഞാൻ നന്നായി നോക്കിക്കോളാമെന്നും അയാൾ അവളോട് പറയുന്നു. പക്ഷെ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. തുടർന്ന് അടുത്ത നാൾ ഫ്രണ്ട്സിനൊപ്പം അവൾ ജോളിയായി ഇരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നും താൻ ഒരു കഷ്ടസമയത്തിൽ നിൽക്കുമ്പോൾ പോലും ഫ്രണ്ട്സ് തന്നെ ഉപയോഗിക്കുന്നു എന്നത് ഹീറോയിനെ ബോധ്യമാകുന്നു. അതോടെ അവൾ ഒരു തീരുമാനമെടുത്തു. തൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനെ അവൾ കാണുകയും ഫ്രണ്ടിനോടുള്ള ദേഷ്യത്തിൽ അവനുമായി ഹീറോയിൻ കമ്പനി ആവുകയും ആ രാത്രിയിൽ അവൾ അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് പോയി പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് അതിന് പകരമായി അവൾ വിലപിടിപ്പുള്ള ഒരു ഡ്രസ്സ് വാങ്ങിത്തരാൻ വേണ്ടി അവനോട് പറയുന്നു. അങ്ങനെ അയാൾ വാങ്ങിക്കൊടുത്ത ആ ഡ്രസ്സിട്ട ഹീറോയിൻ ഫ്രണ്ടിൻ്റെ മുമ്പിലേക്ക് പോയി നിന്ന് അവളോടുള്ള തൻ്റെ പ്രതികാരവും തീർക്കുന്നു. തുടർന്ന് അവൾ ആ ഡ്രസ്സ് വിൽക്കുകയും പൈസ വാങ്ങി തൻ്റെ കടം കുറച്ചായി തീർക്കുന്നു. ശേഷം അവളുടെ ഫ്രണ്ട് ഹീറോയിനെ കാണാനായി വന്ന് തൻ്റെ ഹസ്ബൻഡുമായി ബന്ധം പുലർത്തിയ ശേഷം അവൻ വാങ്ങിത്തന്ന ഡ്രസ്സിട്ട് വന്ന ഹീറോയിനോട് മര്യാദയ്ക്ക് ആ ഡ്രസ്സ് തനിക്ക് തിരിച്ചു തരാനായി അവൾ പറയുന്നു. പക്ഷേ താനത് വിറ്റ് കാശാക്കിയെന്ന് ഹീറോയിൻ അവളോട് പറഞ്ഞു. അത് കേട്ട ദേഷ്യത്തിൽ അവൾ ഹീറോയിനോട് ഒരു സത്യം വെളിപ്പെടുത്തുന്നു. നിന്റെ ഹസ്ബൻഡിനും തൻ്റെ ഹസ്ബൻഡിനും ഒരു അഫെയർ ഉണ്ടായിരുന്നുവെന്നും നിന്റെ ഹസ്ബൻഡ് അവളെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അവൻ അപകടം പറ്റി മരിക്കുന്നതെന്നുമുള്ള സത്യം അവൾ ഹീറോയിനോട് പറഞ്ഞിട്ട് പോകുന്നു. അതോടെ ആ പെണ്ണ് ആരാണെന്നറിയാനായി ഹീറോയിന് തിടുക്കമായി. പിന്നീട് അവളുടെ ചിന്ത മുഴുവൻ അതേക്കുറിച്ചാകുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹീറോയിൻ ഫ്രണ്ടിനെ കാണാനായി പോയി. അതുവഴി ഹസ്ബൻഡുമായി ബന്ധമുണ്ടായിരുന്ന പെണ്ണ് ആരാണെന്ന് അവൾ കണ്ടെത്തുന്നു. ശേഷം ഹീറോയിൻ അവളുടെ അടുത്തേക്ക് പോയി. എൻ്റെ ഹസ്ബൻഡുമായി നിനക്ക് എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് ഹീറോയിൻ അവളോട് ചോദിച്ചു. എന്നാൽ അവളിൽ നിന്നും ഹസ്ബൻഡിന് അവളോടുള്ള നല്ല ബന്ധം അല്ല ഉണ്ടായിരുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നു. അതോടെ ഹസ്ബൻഡിലുണ്ടായിരുന്ന വിശ്വാസം ആകെ നഷ്ടപ്പെട്ട ഹീറോയിൻ ഇനി തനിക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്ന രീതിയിൽ അവളുടെ മനസ്സ് മാറാൻ തുടങ്ങുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ കാണാനായി പോയി.
ശേഷം അവനോട് അവൾ തൻ്റെ തീരുമാനം അറിയിച്ചു. അവൾ ഒരു ഗെയിമിന് റെഡിയാണെന്നും 20 പേർ ചേർന്ന് കളിക്കേണ്ട ഒരു കളിയിൽ വലിയൊരു തുക ഓരോരുത്തരും പണയമായി വച്ച് അതിലൊരാൾ തിരഞ്ഞെടുക്കപ്പെടുകയും ആ തിരഞ്ഞെടുത്ത ആൾക്ക് 4 വർഷം എൻ്റെ ഒപ്പം കഴിയാമെന്നും 4 വർഷം ഞാൻ അയാൾക്ക് സ്വന്തമായി ഉണ്ടാകുമെന്നും അവൾ ഫ്രണ്ടിനോട് പറഞ്ഞു. അതൊക്കെ കേട്ട ഫ്രണ്ട് നിനക്കെന്താ ഭ്രാന്തായോ, എന്തിനാണ് ഇങ്ങനെയൊക്കെയെന്നും അവളോട് ചോദിച്ചു. എന്നാൽ തനിക്കിതല്ലാതെ മറ്റ് മാർഗങ്ങൾ തോന്നിയില്ല എന്നും തൻ്റെ ശരീരം ഉപയോഗിച്ച് തനിക്ക് ആ വലിയ തുക സ്വന്തമാക്കിയാൽ ഇനിയുള്ള കാലം തനിക്ക് ആരെയും ആശ്രയിക്കാതെ കഴിയാമെന്നും അതിനാൽ 4 വർഷത്തെ കാര്യം താൻ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നും അവൾ ഫ്രണ്ടിനോട് പറഞ്ഞു. അതിനാൽ ഈ ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റുള്ള പണക്കാരോടെല്ലാം വിവരം അറിയിക്കാനായി ഹീറോയിൻ ഫ്രണ്ടിനോട് പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ ഫ്രണ്ടും അവൾക്കൊപ്പം നിൽക്കുന്നു. അങ്ങനെ ഒരു പാർട്ടിയിൽ വച്ച് ഹീറോയിനെ കാണുന്ന ചില പ്രമുഖർ ആ ഗെയിമിൽ പങ്കെടുക്കാനായി അവളോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ കാശിറക്കാൻ തയ്യാറുള്ളവർക്ക് തീർച്ചയായും പങ്കെടുക്കാമെന്ന് അവൾ പറയുന്നു. എന്നാൽ ആ നാട്ടിൽ ഹീറോയിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അതിനാൽ എല്ലാവരും പങ്കെടുക്കാൻ തിരക്ക് കൂട്ടുന്നത് ഹീറോയിന് ബോധ്യമായി. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ വരുന്ന കാശൊക്കെ തൻ്റെ മകളുടെ പേരിലേക്ക് ഇട്ടാൽ മതിയെന്ന് ഹീറോയിൻ ഫ്രണ്ടിനോട് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പ്രമുഖരോടെല്ലാം ആ ഗെയിമിൻ്റെ റൂൾസിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. ശേഷം അടുത്ത നാൾ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് അവളെ കാണാനായി വരുന്നു. നീ ഉണ്ടാക്കിയ ഗെയിമിൽ പങ്കെടുക്കാനായി എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ പണമില്ലാതെ ഒടുവിൽ കടം വാങ്ങി വരികയാണെന്നും നിനക്കിത് എന്തിൻ്റെ കേടാണെന്നും ഒക്കെ പറഞ്ഞ് അവൾ ഹീറോയിനോട് വഴക്ക് കൂടാനായി വന്നു. അതൊക്കെ കേട്ട് ഹീറോയിൻ മിണ്ടാതെ നിന്നു. ശേഷം അവളുടെ ഹസ്ബൻഡിനെ നേരിൽ കാണാനായി ഹീറോയിൻ പോകുന്നു. അവനോട് ഗെയിമിൽ നിന്നും പിന്മാറണമെന്നും ഹീറോയിൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ പിന്മാറില്ല, കാരണം എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണെന്നും അവൻ ഹീറോയിനോട് പറയുന്നു. എന്നാൽ ഹീറോയിൻ നിരാശയോടെ അവിടെ നിന്നും പോയി. പക്ഷേ ഹീറോയിൻ്റെ മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ഭർത്താക്കന്മാരും ഗെയിമിൽ പങ്കെടുക്കുന്നുവെന്ന് അവൾ അറിയുന്നു. എല്ലാവരും കാശ് കടം വാങ്ങിയാണ് ഗെയിമിൽ പങ്കെടുക്കുന്നത് എന്നുകൂടി അറിയുമ്പോൾ ഹീറോയിന് വളരെ വിഷമമായി. തുടർന്ന് ഹീറോയിൻ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. അവനോട് ഈ ഗെയിം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാമെന്നും ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡിൽ ആരെങ്കിലും ജയിക്കുകയാണെങ്കിൽ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ദ്രോഹം ചെയ്യുന്നത് പോലെ ആകുമെന്നും പണക്കാരെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യാനിരുന്ന ഈ ഗെയിം ഇപ്പോൾ വേറെ രീതിയിലാണ് പോകുന്നതെന്നും അവൾ അവനോട് പറഞ്ഞു. പക്ഷേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നീ 3 പേരെ മാത്രം ഓർത്ത് ഇത് നിർത്താൻ പറയുന്നു. എന്നാൽ ബാക്കി 17 പേർ പൈസ തന്നത് വെറുതെ ആകുമെന്നും അവരെ ചതിക്കുന്നത് പോലെ ആകുമെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു. ഇത് നിർത്താൻ ഇനി കഴിയില്ല, ഈ ഗെയിം നടന്നേ തീരൂ എന്നും അവൻ പറഞ്ഞു. അത് കേട്ട് ഹീറോയിൻ ആകെ ടെൻഷനായി. തുടർന്ന് ഒരു ദിവസം ഹീറോയിൻ്റെ കാറിന് മുന്നിലായി ഒരാൾ അറിയാതെ വന്ന് ചാടുന്നു. അവനെ വേഗം രക്ഷിച്ച് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അവൻ കുറച്ചൊക്കെ ആക്ടിംഗ് ആണെന്ന് കാണിക്കുന്നതെന്ന് ഹീറോയിന് ബോധ്യമാകുന്നു. അതോടെ അവൾക്ക് അവനോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു. അവനും ഹീറോയിനെ വലിയ ഇഷ്ടമായി. തുടർന്ന് അവർ ഒന്നിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങുന്നു. അന്ന് മുഴുവൻ അവർ അങ്ങനെ ഒന്നിച്ച് ഉണ്ടാകുന്നു. തുടർന്ന് രാത്രിയിൽ അവൻ തിരികെ പോകാൻ നേരം ഹീറോയിനോട് തനിക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അവൻ അവളോട് തുറന്നു പറഞ്ഞു. അത് കേട്ട് ആശ്ചര്യപ്പെട്ട അവൾ, നീ അതിന് ഇന്ന് രാവിലെയല്ലേ എന്നെ കണ്ടതെന്നും നിന്റെ പേര് പോലും എനിക്കറിയില്ലല്ലോ എന്നും അവൾ അവനോട് പറഞ്ഞു. അങ്ങനെ ഹീറോയിനും അവനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. പക്ഷെ താൻ തുടങ്ങി വെച്ച ആ ഗെയിമിൻ്റെ കാര്യമോർത്ത ഹീറോയിന് ആകെ ടെൻഷനായി. അതിൽ ജയിക്കുന്ന ആൾക്കൊപ്പം താൻ 4 വർഷം കഴിയണമെന്നോർത്ത ഹീറോയിൻ അവനെ പതിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് അവൾ ഒരു പണക്കാരൻ്റെ ഒപ്പം ഡിന്നർ കഴിക്കാനായി പോകുന്നു. ആ സമയം അവിടെ ആ പയ്യൻ വരികയും അവരെ ഡിസ്റ്റർബ് ചെയ്ത് ഹീറോയിനെ താൻ പ്രണയിക്കുകയാണെന്നും അവൻ പറഞ്ഞു. അതോടെ ആ പണക്കാരൻ ചേട്ടനെ തല്ലി പരുവമാക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. ശേഷം ഹീറോയിൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ അവർക്കിടയിൽ അവിടെ വെച്ച് തകർപ്പൻ പരിപാടികൾ നടക്കുന്നു. എന്നാൽ അതിനുശേഷവും അവൻ ഹീറോയിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം അറിയിക്കുന്നു. അതോടെ അത് നടക്കില്ല എന്ന് ഹീറോയിൻ അവനോട് പറയുന്നു. തുടർന്ന് രാവിലെ തന്നെ ഹീറോയിൻ അവനെ പറഞ്ഞ് വിടാനായി നോക്കി. പക്ഷേ എനിക്ക് നിന്നെപ്പറ്റി എല്ലാ സത്യങ്ങളും അറിയാമെന്നും നീ ഇപ്പോൾ നടത്താൻ പോകുന്ന ആ ഗെയിമിനെക്കുറിച്ചും എനിക്ക് നന്നായി അറിയാമെന്നും അവൻ അവളോട് പറയുന്നു. നിനക്കതിൽ നിന്നും പണം കിട്ടിയ ശേഷം 4 വർഷം കഴിഞ്ഞ് നീ വന്നാൽ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നും അത് കഴിഞ്ഞ് നമുക്ക് വിവാഹം കഴിക്കാമെന്നും അവൻ പറയുന്നു. അതോടെ അവൻ്റെ ഉദ്ദേശം തനിക്ക് കിട്ടാൻ പോകുന്ന പണമാണെന്നും ഗെയിമിൽ പങ്കെടുക്കാൻ കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ തന്നെ മയക്കിയെടുത്ത് പണം തട്ടിയെടുക്കാനായി അവൻ ഇട്ട പ്ലാനാണ് ഇതൊക്കെയെന്നറിഞ്ഞ ഹീറോയിൻ അവനെ ചീത്ത പറഞ്ഞ ശേഷം വേഗം പോകുന്നു. തുടർന്ന് ആ ഗെയിം നടത്തുന്ന ദിവസം വന്നെത്തുന്നു. പക്ഷേ അപ്പോഴേക്കും അവിടെ പോലീസ് എത്തി ഹീറോയിനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി. ഇത്തരത്തിലുള്ള ഗെയിം അവിടെ ഒരു പെണ്ണ് നടത്താൻ പോകുന്നു എന്നറിഞ്ഞ പോലീസ് അവളോട് അതേപ്പറ്റി ചോദിച്ചു. അങ്ങനെ ചെയ്യുന്നത് വലിയ കുറ്റമാണെന്ന് അറിയാവുന്ന ഹീറോയിൻ അങ്ങനെ ഒരു കാര്യം നിഷേധിക്കുന്നു. എന്നാൽ പിന്നെ ഇത്രയും വലിയ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നത് എങ്ങനെയെന്ന് അവർ ഹീറോയിനോട് വീണ്ടും ചോദിച്ചു. അത് കേട്ട അവൾ തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ട ശേഷം തൻ്റെ മകളെ വളർത്താനായി താൻ വല്ലാതെ കഷ്ടപ്പെട്ടുവെന്നും
അത് മനസ്സിലാക്കിയ തൻ്റെയും തൻ്റെ ഹസ്ബൻഡിൻ്റെയും സുഹൃത്തുക്കൾ തനിക്ക് ഡൊണേഷനായി തന്ന തുകയാണതെന്നും അവൾ പോലീസിനോട് പറയുന്നു. പക്ഷെ അവൾ പറഞ്ഞത് വിശ്വസിച്ചിട്ടും അവൾക്ക് പണം നൽകിയവരെ എല്ലാം അവർ വിളിപ്പിക്കുന്നു. ശേഷം ഇതേക്കുറിച്ച് വീണ്ടും അവരോട് അധികാരികൾ ചോദിക്കുന്നു. ഒടുവിൽ ലീഗലല്ലാത്ത ഒരു കാര്യം ആയതിനാൽ എല്ലാവർക്കും പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അവർ അത് ഹീറോയിന് ഡൊണേഷനായി കൊടുത്ത് സഹായിച്ചതാണെന്ന് പോലീസിനോട് പറയുന്നു. അതോടെ ആ ഗെയിം നടക്കാതെ തന്നെ ഹീറോയിന് പണം കിട്ടുകയാണ്. ശേഷം അവൾ മകളെയും കൂട്ടി ആ നാട്ടിൽ നിന്നും പോകാൻ ഒരുങ്ങുന്നു. പോകാൻ നേരം ആ ഓഫീസർ ഹീറോയിനോട് ഒരു ലേഡിയാണ് ഇങ്ങനെ ഒരു ഗെയിം നടത്താൻ പോകുന്നുവെന്ന വിവരം അറിയിച്ചതെന്ന് അവളോട് പറയുന്നു. അതോടെ ഹീറോയിൻ തന്നെയാണ് വിവരം പോലീസിൽ അറിയിച്ച ആ ലേഡി എന്ന ട്വിസ്റ്റ് കാണിക്കുന്നത്. എല്ലാം ആദ്യം മുതൽക്കേ ഹീറോയിൻ്റെ പ്ലാൻ പോലെ അവൾ തുടങ്ങി വയ്ക്കുന്നു. ശേഷം ഒന്നും ചെയ്യാതെ തന്നെ അവൾ അവരിൽ നിന്നും ഉദ്ദേശിച്ച പണം കൈക്കലാക്കി നാടുവിടുന്നു. അതോടെ ഈ ചിത്രം പറഞ്ഞ് അവസാനിക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.